നായിന്റെ മക്കളെ ഞാൻ ഇരിക്കുന്നത് നാണല്ലോടാ. എടാ വിറാന്ന് നിങ്ങളെന്തിനീ തിളങ്ങണ? ഒരു ദുർഭരണാധികാരി ചത്ത് അവിടെ ഉള്ള ആൾക്കാരെ ആഘോഷിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഈ വാത്താളം നിർത്തിക്കോ. എവിടെ നിന്ന് അടി പറഞ്ഞത് പറയാൻ പറ്റില്ല. എടാ നിന്റെ തന്തപ്പൊടി വീട്ടിൽ ദുർഭരണം നടത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ മാമൻ കയറി അങ്ങനെ അടിച്ച് പഞ്ഞിക്കിട്ടാ നീ വിളിച്ചോണ്ടിരിക്കോ. എങ്കിൽ നീ ഇതും കൂടെ മനസ്സിലാക്കിക്കോ. ആ മാമ നാളെ നിന്റെ വീട്ടിൽ കയറി ഭരിക്കും. അപ്പൊ അറിയാം ആരാ വായത്താളം അടിക്കണമെന്ന്. ചേട്ടാ ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് പിടിച്ചേക്കുന്നേ ഉള്ളൂ. ചേട്ടൻ കയറി ഇടിക്കണം, കയറി ഇടിച്ചോ. എന്താണ്ടാ ഞാൻ ലേറ്റ് ആയപ്പോ നീ കൊണ്ട് സീനാക്കിയാണ്. റഫറി വരുമ്പോ ബാറ്റ് തുടങ്ങണം. നീ പോയി ചായ തുടങ്ങണം. ഇറാനിലെ ജനങ്ങൾ ഇനി 21ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങി വരും. അതെന്താ ഇത്രയും നാളെ വരെ ടൈം ട്രാവൽ ചെയ്യുന്നു? FC ഫാൻസ് വേറെ എന്തൊക്കെയോ വെളി വരുമല്ലേ. അപ്പൊ ഇസ്രായേലും അമേരിക്കയൊക്കെ ചിലപ്പോൾ ടൈം ട്രാവൽ ചെയ്യിക്കേണ്ടിയൊക്കെ ഇരിക്കേണ്ടി വരും. ആൾക്കാരതൊക്കെ മറക്കണ്ടേ? ഓ അത് ശരി. മൊത്തം മിഡിൽ ഈസ്റ്റില് അമേരിക്കയുടെ വാലാട്ടി ആവാതെ പൊരുതി മരിച്ച മനുഷ്യനെ നിങ്ങൾ ഈ പറയണ. എത്ര അമേരിക്കൻ പ്രസിഡന്റിനെ എതിർത്ത് ഈ രാജ്യത്ത് രക്ഷിച്ച ആളാണെന്ന് അറിയാമോ? ഒറ്റ പട്ടികൾ ഇപ്പൊ തിരിഞ്ഞു നോക്കാനില്ല. എന്തിനു തിരിഞ്ഞു നോക്കണ? മതപരമായി മിഡിൽ ഈസ്റ്റിലെ ബാക്കി രാജ്യങ്ങളിലെ ഇറാനുമായി തെറ്റി നിൽക്കുക. പോരാത്തതിന് ഇപ്പൊ മിസൈലും ബോംബും ഇടുവല്ലേ, തലയ്ക്ക് വല്ല ഓളോ. നമ്മൾ ഓരോ കാരണം ഉണ്ടാക്കി ഓരോ സമയത്ത് യുദ്ധം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ ഇറാൻ തിരിച്ചടിച്ചില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ മരിക്കൂലേ, അപ്പുറത്തെ രാജ്യങ്ങൾക്ക് അടികൊള്ളും. എമാര് തമ്മിലാണല്ലോ യുദ്ധം. ഈ അമേരിക്കയിൽ അറിയുന്നുണ്ട്. പിന്നെ ചാവേറായിട്ട് USA ആർമി നേവിക്കാര് അവർക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ അതിന്റെ പേരിൽ എക്സ്ട്രാ 2 മിസൈലും കൂടെ. തിരിച്ചു വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ പറയടാ. ചരിത്രത്തിൽ ആദ്യമായി ഇപ്പൊ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലടി. ഇപ്പൊ അവിടെ സമാധാനം ഉണ്ടാക്കണ്ടേ? 2 റോക്കറ്റ് വിടണ്ടേ? മിലിറ്ററി ബേസ് ഒക്കെ എവിടെ ആയിരിക്കും എന്ന് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. വേറൊരു ഇല്ലായിരുന്നു കിങ് ജോൺ ഹോ, അവയില്ല ഇതിലൊന്നും. അവനെ ഇന്ന് പൂട്ടാനുള്ള കൽവ് തൽക്കാലം അമേരിക്ക ആയിട്ടില്ല. അതാവുമ്പോൾ നോർത്ത് കൊറിയയിലെ ജനങ്ങൾക്ക് അവർ ഫ്രീഡം ഉണ്ടാക്കി കൊടുത്തോളൂ. എടാ ഒറ്റ രാത്രി കൊണ്ട് സ്കെച്ച് ചെയ്ത് കറക്റ്റ് ആ ടാർഗറ്റിൽ മിസൈൽ ഇടാൻ പറ്റണവന്മാർ സ്കൂളിനെയും ഈ ഹോസ്പിറ്റലും അഭയാർത്ഥി ക്യാമ്പിലെല്ലാം കറക്റ്റ് ആ മിസൈൽ ഇടുമ്പോൾ അവന്മാരെ നിങ്ങൾ എന്ത് വിളിക്കും? ലോക സമാധാനം ഉണ്ടാക്കാൻ വന്നവരുന്ന. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ നിലപാടാണ് നിലപാട്. കക്ഷത്തിരിക്കണത് പോവാതെ ഉത്തരത്തിലുള്ള എടുക്കണമെങ്കിലേ അതൊരു സ്കില്ല് തന്നെയല്ലേ. അപ്പോൾ ഇത് അവസാനം വേൾഡ് വാറാവും അല്ലേ? തേങ്ങ ഇതൊക്കെ സ്കെച്ച് ചെയ്ത് വിടുന്നതല്ലേ. 2 ദിവസം കഴിയുമ്പോൾ അമ്മ സമാധാന കരാറുമായിട്ട് വരും. ഒരു ഗതിയില്ലാത്തോ അപ്പോഴേക്ക് കൊടുക്കും. അല്ലാത്തവന്മാരെന്ത് ചെയ്യും? 2-3 അടി കൊണ്ടതിന് ശേഷം കൈ കൊടുക്കും. ഒടുക്കന്മാർ പിന്നെ അടിയായിട്ട് വരും. അടുത്തവനെ കിട്ടുമ്പോൾ അടുത്ത സ്കെച്ച് റിപ്പീറ്റ്. നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം കേട്ടാ. ഈ ചൈനയും റഷ്യയും ഇടപെടുന്ന വരേ ഉള്ളൂ ഇവന്മാരുടെ ഈ സ്കെച്ചും പരിപാടിയൊക്കെ. ഈ ഡോളറിന്റെ പേരിലുള്ള നെകളിപ്പ് ഒരടി കിട്ടുമ്പോൾ തീർന്നോളൂ. അവന്മാരിടപെടുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കി രാജ്യങ്ങളെല്ലാം കൂടെ ഒരു ബെൽറ്റാണ്. പിന്നെ 2 കൂടെ എന്നെ ഉണ്ടാക്കും. നായിന്റെ മോനെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് നാണല്ലടാ അവന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ. മിണ്ടാണ്ടിരിടാ. നീ മിണ്ടാണ്ടിരുന്നാ ഞാൻ വല്ലതും ചെയ്യോ? ചൊറിയാൻ വന്നാ പിന്നെ എന്നാ ചെയ്യണം? എന്നാ ചെയ്യും?